നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ നിന്നിറങ്ങുമ്പോൾ കല്ലുപാകിയ ഒരു നടവഴിയുണ്ട്. അതുവഴി പോയ അരയാലുകളും കൂവളങ്ങളും നിറഞ്ഞ പുരാതന കാലത്തിന്റെ ഓർമ്മകൾ നിറയുന്ന ഒരു മുറ്റത്തെത്തും. അതാണ് മിത്രാനന്തപുരം ക്ഷേത്രാങ്കണം. ത്രിമൂർത്തികളായ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്ക് വേണ്ടി സമർപ്പിച്ച അപൂർവമായ സന്നിധി. ഒരിക്കൽ സൂര്യദേവനെ പ്രീതിപ്പെടുത്താൻ ത്രിമൂർത്തികൾ ഇവിടെ യാഗം നടത്തിയിരുന്നത്രേ. അതുകൊണ്ട് തന്നെയാണ് ഈ സമുച്ചയത്തിന് മിത്രാനന്തപുരം എന്ന പേര് ലഭിച്ചത്. സൂര്യദേവൻ എന്ന മിത്രനെ സന്തോഷിപ്പിച്ച നഗരം. ആദ്യം കാണുന്നത് വിഷ്ണുവിന്റെ ക്ഷേത്രം. ശംഖചക്ര ഗദാപത്മം ധരിച്ച ചതുർബാഹു രൂപം, മുന്നിൽ ഗരുഡ വിഗ്രഹം, ചെമ്പുമേഞ്ഞ വട്ട ശ്രീകോവിൽ, ഉപദേവനായി ഗണപതിയും, അതിനടുത്ത് മഹേശ്വരനായ മഹാദേവന്റെ ക്ഷേത്രം, ശിവലിംഗ പ്രതിഷ്ഠ, വിശാലമായ ആൽത്തറയും കരിങ്കല്ല് പണിത പ്രദക്ഷിണ വഴികളും. 1748 തിരുവിതാംകൂറിന്റെ സ്രഷ്ടാവായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് മണ്ഡപവും നാലമ്പലവും പണിയിച്ചത്. നടവഴികളിലൂടെ മുന്നോട്ടു പോകുമ്പോൾ ഹരിതാപമായ വഴിയരികിൽ വിശാലമായൊരു കുളം. അഗസ്ത്യതീർത്ഥം, ബ്രഹ്മതീർത്ഥം, വരാഹതീർത്ഥം എന്ന പേരുകളിൽ ആ കുളം അറിയപ്പെടുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ടുത്സവത്തിന്റെ തുടക്ക ചടങ്ങിനായി ആവശ്യമായ വെള്ളവും മണ്ണും ഇവിടുന്നാണ് സംഭരിക്കുന്നത്. അവിടം അവസാനിക്കുമ്പോൾ ഒരു ചെറിയ വാതിൽ, അതിനരികിൽ ആൽത്തറയും നാഗപ്രതിഷ്ഠയും. അവിടെ കല്ലിൽ തീർത്ത ചതുര ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് ബ്രഹ്മാവ്. എന്നാൽ പുരാണ സങ്കല്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ധ്യാനത്തിലിരിക്കുന്ന ഒരു ശിരസ് മാത്രമാണ് ആ പ്രതിഷ്ഠ. ബ്രഹ്മക്ഷേത്രത്തിനു സമീപത്തെ പടവുകൾ കയറിയാൽ എത്തുന്നത് വില്വമംഗലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. തുളസിച്ചെടികൾ നിറഞ്ഞ പ്രശാന്തമായ പരിസരം, കമ്പിയഴികളിലൂടെ കുളത്തിന്റെ പച്ചപ്പും തണുപ്പും. അകത്ത് രാധാമാധവ വിഗ്രഹം. അനന്തപുരിയിൽ മഹാവിഷ്ണുവിനെ അനന്തശയന രൂപത്തിൽ ദർശിച്ച വില്വമംഗലം സ്വാമിയാർ പിന്നീട് തന്റെ ഇഷ്ടദേവനെ ഉപാസിച്ച് ഇവിടെ എത്തിയത്രേ. അദ്ദേഹത്തിന്റെ സമാധിയാണ് ആ ക്ഷേത്രത്തിനുള്ളിൽ. അതിന്റെ മുകളിൽ തന്നെയാണ് ശ്രീകൃഷ്ണ വിഗ്രഹവും പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സംരക്ഷണത്തിലിരിക്കുന്ന മിത്രാനന്തപുരം ക്ഷേത്രം തിരക്കേറിയ ഈ നഗരമധ്യത്തിൽ പ്രകൃതിയും ദൈവീകതയും ഒത്തൊരുമിച്ചൊരു അപൂർവ സന്നിധിയാണ്. ഇതുപോലുള്ള വീഡിയോസിനായി ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ.